നമസ്കാരം, ഞാൻ സന്തോഷ് രാജശേഖരൻ. ഡെയിലി ന്യൂസ് പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. വ്രത ദിവസങ്ങൾക്ക് അവസാനമായി ഇന്ന് നാടെങ്ങും ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. ഡെയിലി ന്യൂസ് പ്രേക്ഷകർക്ക് ഈദ് ആശംസകൾ. 4 പകലും 3 രാത്രികളും കോൺഗ്രസിനെ മുൾമുനയിൽ നിർത്തി വോട്ടർമാരെ വെറുപ്പിച്ച കെ സുധാകരന് സീറ്റില്ലാതെ മടങ്ങേണ്ടി വന്നു. രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും അയവില്ലാത്ത നിലപാട് സ്വീകരിച്ചതാണ് സുധാകരന്റെ കീഴടങ്ങലിന് കാരണമായതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അർദ്ധരാത്രിയിൽ കണ്ണൂരെത്തിയ കെ സുധാകരൻ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങുമെന്ന് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് കോൺഗ്രസിന് ഉടനീളം വിമതർ എതിർപ്പുകൾ ഉയർത്തുന്നു എന്നതാണ് ഇപ്പോഴുള്ള വിവരം. സുധാകരൻ വഴങ്ങിയതിന് പിന്നാലെ പെരുമ്പാവൂരിൽ കോൺഗ്രസ് MLA എൽദോസ് കുന്നപ്പിള്ളിയും മുട്ടുമടക്കി. ഇന്നലെ രാവിലെയും രാത്രിയും ഇഷ്ടക്കാരെ പ്രതിഷേധിക്കാൻ റോഡിലിറക്കിയ എൽദോസ് കോൺഗ്രസ് പാർട്ടിയെ ഒറ്റുകൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചു. ഇവിടെ ഒന്നും നടക്കില്ല എന്ന അവസ്ഥയിൽ മാറ്റമുണ്ടാക്കിയത് LDF സർക്കാരാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറത്ത് പറഞ്ഞു. CPMന്റെ പുതിയ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പിണറായി മുഖ്യമന്ത്രിയാകില്ല എന്ന പുതിയ നിലപാടുമായി മുൻ CPM നേതാവ് G സുധാകരൻ. പിണറായിയുടെ 3ാം ഊഴം വിഫലമാകാൻ പോകുന്ന സ്വപ്നമാണെന്ന് G സുധാകരൻ പറഞ്ഞു. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തത് കാരണം 2020 2 നടിമാരെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി. പെരുമ്പാവൂരിൽ നടി ലക്ഷ്മിപ്രിയയ്ക്ക് പകരം ജിബി പാത്തിക്കലും ഏറ്റുമാനൂരിൽ നടി വീണ നായർക്ക് പകരം ആതിര D നായരെയും നിശ്ചയിച്ചു. യോഗേഷ് ഗുപ്ത CBI അല്ലെങ്കിൽ ED ഡയറക്ടർ സ്ഥാനത്ത് എത്തിയേക്കുമെന്നതിൽ സംസ്ഥാന സർക്കാരും CPMും ഭയക്കുന്നതായി റിപ്പോർട്ടുകൾ. യോഗേഷ് ഗുപ്തയ്ക്ക് ആ അവസരം കിട്ടാതിരിക്കാനായി സംസ്ഥാന സർക്കാർ പരമാവധി ശ്രമിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. തമിഴ്നാട് തൂത്തുക്കുടിയിൽ +2 വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ അക്രമിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാമനാഥപുരത്തുകാരൻ ധർമ്മമുനേശ്വരനാണ് അറസ്റ്റിലായത്. നടനും തമിഴക വെട്രികഴകം അധ്യക്ഷനുമായ വിജയ്ക്കെതിരെ രൂക്ഷ പ്രതികരണവുമായി നടിയും TVK പ്രവർത്തകയുമായിരുന്ന രഞ്ജന നാച്ചിയാർ രംഗത്ത് വന്നു. DMKയിൽ ചേർന്ന രഞ്ജന നല്ല ആൾക്കാരല്ല വിജയ്ക്കൊപ്പം ഉള്ളതെന്ന് ആരോപിച്ചു. തിരുവനന്തപുരത്ത് കുപ്രസിദ്ധ ഗുണ്ട പുത്തൻപാലൻ രാജേഷിനെ കാപ്പ നിയമപ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്തു. ഓപ്പറേഷൻ ഡാർക്ക് ഹണ്ടിന്റെ ഭാഗമായാണ് അറസ്റ്റ്. യുദ്ധം തുടരാൻ $20,000 കോടി കൂടി വേണമെന്ന് US പാർലമെന്റിനോട് പെന്റഗൺ ആവശ്യപ്പെട്ടു. 3 ആഴ്ചയിലേറെയായി തുടരുന്ന യുദ്ധം ശക്തിപ്പെടുത്താനാണ് ഈ ആവശ്യം പെന്റഗൺ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇറാൻ വീണു തുടങ്ങിയെന്നും എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞു. ഹോർമൂസ് അടയ്ക്കാനുള്ള ഇറാന്റെ ശ്രമത്തെ പരാജയപ്പെടുത്തുമെന്നും നെതന്യാഹു പറഞ്ഞു. ഇതേസമയം അമേരിക്കയുടെ F-35 യുദ്ധവിമാനത്തെ ആക്രമിച്ചുവെന്ന് ഇറാൻ പറഞ്ഞു. വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തിയെന്ന് US സെൻട്രൽ കമാൻഡും അംഗീകരിച്ചു. ഇതേസമയം ഇറാനെതിരെ യൂറോപ്യൻ യൂണിയനും അറബ് രാജ്യങ്ങളും ഒന്നിക്കുന്നു എന്ന വാർത്തകളും വരുന്നു.